ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാലഡാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ് കേട്ടോ. വെയിറ്റ് ലോസിനും ഒക്കെ ഭയങ്കര ഉപകാരപ്പെടുന്നൊരു സാലഡാണ്. ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ക്യാബേജ്, ഒരു കഷ്ണം കക്കരി, ഒരു ഉള്ളി, പിന്നെ ഒരു ക്യാരറ്റും. നമ്മളാദ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. ആദ്യം ഞാൻ കക്കരി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എന്നും നമുക്ക് ഹെൽപ്പിന് വരാറുള്ള നമ്മളെ ലാമിക്കുട്ടീൻ്റെ ഇക്കാക്ക ഇന്നും വന്നിട്ടുണ്ട്. അടുത്തത് ഇക്കാക്കാൻ്റെ റൗണ്ടാണ്. എത്ര വേണ്ടാന്ന് പറഞ്ഞാലും സമ്മതിക്കൂല കേട്ടോ. ആശാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കൂടണം. എല്ലാ കാര്യവും വന്ന് സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി. പിന്നെ ഇത് ഭയങ്കര റിസൾട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഡിഷൊക്കെ പലഹാരം വേറെയുള്ള സാധനങ്ങൾ ജ്യൂസൊക്കെ കഴിക്കണ മാതിരി വെറുതെ കഴിക്കാനുള്ളതല്ല. ഇത് ഇനിയിപ്പോൾ ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതുമല്ല. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ കൊഴുപ്പൊക്കെ അലിയിച്ച് കളയാനും വെയിറ്റ് കുറയാനും പിന്നെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ, ഈ ജിമ്മിന് പോകുന്ന ആൾക്കാരൊക്കെ ഡയറ്റ് എടുക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏതായാലും നമ്മളെ ഈ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്നും കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ആപ്പിളൊന്നും കട്ട് ചെയ്യുന്നത് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഇതെല്ലാ സാധനങ്ങളും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇടുക. മിക്സ് ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് ഞാൻ ഈ ബൗളൊന്ന് മാറ്റിയിട്ടുണ്ട്. ലേശം കുരുമുളക് പൊടി ചേർക്കണം അതിനകത്തേക്ക്. കൂടെ തന്നെ ഇത്തിരി ഉപ്പ്, അതുപോലെ ഒരിത്തിരി ചെറുനാരങ്ങ നീര്. ഇത്തിരി ആക്കേണ്ട, ഞാനൊരു ചെറുനാരങ്ങേൻ്റെ ഫുള്ളും എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങേൻ്റെ നീര്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര, ഒരു പിഞ്ചാക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മിക്സ് ചെയ്ത് നമ്മളെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെയും കഴിക്കാം. എങ്ങനെയാണെങ്കിലും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂടുതൽ ഡയലോഗ് അടിച്ച് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ലാമിക്കുട്ടീൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ.